എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം മാരുതിയുടെ റിറ്റ്സ് പെട്രോൾ ആണ്. ഈ വാഹനം 2012 മോഡലുള്ള ഈ വാഹനം ഇപ്പോഴും കമ്പനി സർവീസിലാണ്. 78,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനത്തെയാണ്. അത് പെട്രോൾ വാഹനമാണ്. മാരുതി സുസുക്കിയുടെ റിറ്റ്സിനെ ഞാൻ വലിയ ആലങ്കാരികമായിട്ടൊന്നും നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു മോഡലാണ് മാരുതിയുടെ റിറ്റ്സ് എന്ന് പറയുന്നത്. മാരുതിയുടെ സ്വിഫ്റ്റ് അവതരിപ്പിച്ചതിന് ശേഷം, അതായത് റോഡുകളിൽ ഇന്ത്യൻ നിരത്തുകളിൽ സ്വിഫ്റ്റ് ഒരു സക്സസ്ഫുൾ കാറായി വന്നതിന് ശേഷം മാരുതി അവതരിപ്പിച്ച അതേ എഞ്ചിൻ വെച്ച് മാരുതി അവതരിപ്പിച്ച ഒരു സെക്കൻഡ് മോഡലായിരുന്നു മാരുതിയുടെ റിറ്റ്സ് എന്ന് പറയുന്നത്. പുതിയ ഒരു ഡിസൈനിൽ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ആളുകൾക്ക് ഒരു ചേഞ്ചസ് ആയിട്ട് വന്ന ഒരു വാഹനമായിരുന്നു. അതിന്റെ ഏറ്റവും വളരെ വ്യത്യസ്തമായിട്ട് അതിന്റെ ബാക്ക് സൈഡ് ആയിരുന്നു അന്ന് നമുക്ക് ഇന്ത്യൻ നിരത്തുകളിൽ ഉണ്ടായിരുന്നു. നമുക്ക് പതിവ് ശൈലിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാറുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു വാഹനമാണിത്. ഒരു സ്പോർട്ടി ഡിസൈനിൽ ഇന്ത്യൻ നിരത്തുകളിൽ ഇറക്കിയ വാഹനം, പക്ഷെ ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ട് രണ്ട് രീതിയിലുള്ള കസ്റ്റമേഴ്സിനെയാണ് മാരുതി ഈ ഒരു വാഹനത്തിൽ കൂടെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ഫാമിലി യൂസ് ആണ്, 5 പേർക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാം. എന്നാൽ അത്യാവശ്യം ഒരു സ്പോർട്ടി ഡിസൈനിൽ അത്യാവശ്യം ക്രേസി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും ഒരു യുവാക്കൾക്കൊക്കെ ഒരു ഹരമായിട്ട് മാറിയ ഒരു വാഹനവും കൂടിയാണ് റിറ്റ്സ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. മാരുതിയുടെ ആ ഒരു ബ്രില്യൻസ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഡിസൈനറിനെ നമുക്ക് സമ്മതിച്ചേ കഴിയുള്ളൂ. അന്നും ഇന്നും, കാരണം ഇതിന് ചുവട് പിടിച്ചാണ് പല പല മാറ്റങ്ങൾ ഇന്ത്യൻ നിരത്തിലുള്ള ഡിസൈനുകളിലേക്ക് പിന്നീട് പല പരീക്ഷണങ്ങൾ തുടങ്ങിയതൊക്കെ ആ ഒരു കാലഘട്ടങ്ങളാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സെയിലിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് 2012 മോഡലിലുള്ളതാണ് ഈ വാഹനം. 2012 മോഡലുള്ള ഈ വാഹനം രണ്ടാമത്തെ ഓണർഷിപ്പിലാണ്. ഈ വാഹനം ഇപ്പോഴും കമ്പനി സർവീസിലാണ്. 78,000 കിലോമീറ്റർ ആണ്. ഇത് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇത് 4 ഡോർ, ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇതിന്റെ സ്പെയർ കീ അവൈലബിൾ ആണ്. 2 കീസും ഇതിനുണ്ട്. സെൻട്രൽ ലോക്ക്, സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആണ് വരുന്നത്. മേജർ ആയിട്ടുള്ള യാതൊരുവിധ ആക്സിഡന്റുകളും ഇല്ലാത്തൊരു വാഹനമാണ്. റീപ്ലേസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. 4 ടയർസും 4 പുതിയ ടയേഴ്സ് തന്നെയാണ് ഈ വാഹനത്തിന് ഇപ്പം നിൽക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, എപ്പോഴും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, 2012 ഇപ്പോഴും കമ്പനി സർവീസിൽ 78,000 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനത്തിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കൂടുതൽ വാഹനത്തെ കുറിച്ച് കൂടുതൽ ഇനിയൊന്നും പരത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വാഹനം കാണുവാൻ മേടിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിലും മൊബൈൽ നമ്പറിലും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. 2,75,000 റുപ്പീസാണ് ഞങ്ങൾ ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്. നേരിട്ട് വന്ന് വണ്ടി കണ്ട് ആ വണ്ടിയുടെ ക്വാളിറ്റി കണ്ട് സംസാരിക്കാൻ തയ്യാറുള്ള ഒരു കസ്റ്റമർ നിങ്ങൾ നേരിട്ട് വരികയാണ്, തീർച്ചയായും ഈ വാഹനത്തിന് വിലയിൽ മാറ്റം ഉണ്ടാവുന്നതാണ്. താല്പര്യമുള്ള ആളുകൾ നേരിട്ട് വരാൻ ശ്രമിക്കുക. ഞങ്ങളുടെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടോളം അല്ലെ പേരവത്തിനടുത്ത് വരുന്ന എലഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ മൊബൈൽ നമ്പറിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ മറ്റുള്ള വിൽപ്പനയ്ക്കുള്ള മറ്റുള്ള വാഹനങ്ങൾ വീണ്ടും വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ്. നിങ്ങൾ സുഹൃത്തുക്കൾ വാഹനം മേടിക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ നിങ്ങൾ അവരിലേക്കൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കുകൾ ചെയ്യുക, കമന്റുകൾ ചെയ്യുക. മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.